കേരളത്തിലുള്ള ബാച്ചിലേഴ്സിന് ഇത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ ഉണ്ടാവില്ല. അല്ല, പറയുന്ന എല്ലാവർക്കും ഏകദേശം റിലേറ്റബിൾ ആണ്. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ഈ സാധനം. എടപ്പള്ളിയാണ്, ബ്ലോക്കുള്ള സ്ഥലമാണ്. ഈ ബ്ലോക്കിലുള്ള സ്ഥലത്ത് ഒരുത്തനെ ഇറക്കി ഓടണം, ക്യാമറയും കൊണ്ട് നമ്മൾ ഓടണം. എന്നോട് പറഞ്ഞു പിന്നെ ലുലുമാളിന്റെ മുമ്പിലിരുന്ന് ഈ പാട്ട് പാടണം. ഞാനപ്പോ ഒന്ന് ഞെട്ടി, പക്ഷെ ഞങ്ങൾ ക്യാമറ ഒളിപ്പിച്ചു നോക്കുന്നു. ആൾക്കാർക്ക് എന്നെ നോക്കും, ഇവനെ ഏതായത്. ഞാൻ ഓടുന്ന സമയത്ത് ഒരു ബസ് നിർത്തി, ഞാൻ ആ ബസ്സിൽ കയറാനോന്ന് പറഞ്ഞിട്ട് കേറിക്കോന്ന് പറഞ്ഞു. പുലിയാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിന് മുൻപ് ഒരു ചെറിയ പുപ്പുലിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 9 വർഷം ആർമിയിലായിരുന്നു, അതിനുശേഷം അന്ന് ആർമിയിലായിരുന്നു, ഇപ്പൊ അഭിനയിക്കുന്നു. അവിടെ ഓട്ടമായിരുന്നു, ഓടി ഓടി മടുത്തപ്പോഴേ ഇവിടെ വന്നേ, നോക്കുമ്പോ ഇവിടെ ഓട്ടം. ജോസ്ബിനെ എവിടെന്നാ കിട്ടിയത്? കാസ്റ്റിംഗ് നമ്മളായിട്ടില്ല, അപ്പൊ നമ്മൾ പലരും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പലതും ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആവുന്നില്ല. നമ്മളൊന്ന് സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റ എടുത്തപ്പോഴത്തേക്ക് ഒരാൾ ദേ ഓടുന്നു. ഈ പുള്ളി ഇങ്ങനെ ഉണ്ട്, ഈ ഓട്ടം നമുക്ക് കുറച്ച് ഹൈലൈറ്റബിൾ ആക്കാൻ പറ്റൂല. ഓട്ടം എല്ലാം ഒറ്റ ടേക്കാ, സിംഗിൾ ടേക്കോ? ഒറ്റ ടേക്കാ. ഒരു മെട്രോയിലെ സീനില്ലേ, അത് ശരിക്കും ഒളി ക്യാമറ ആയിരുന്നു. കേരളത്തിലുള്ള ബാച്ചിലേഴ്സിന് ഇത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ ഉണ്ടാവില്ല. റെന്റൽ റാപ്പ്, അതിന്റെ ക്രിയേറ്റേഴ്സും ആക്ടറും ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ജോസ്ബിൻ, വികാസ് ആൻഡ് വിനായക്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ഓക്കെ, മിണ്ടാതിരുന്നപ്പോ ഞാൻ പേടിച്ചു. ഓക്കെ, എന്തുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു കാര്യങ്ങള്? സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷം. സുന്ദരമായിട്ട് പോകുന്നു. സുന്ദരമായിട്ട് പോകുന്നു, നല്ല രസമാണ്. നടക്കാൻ ഇടമില്ല ചെയ്ത ഉടനെ തന്നെ എന്റെ വീട് പോയി. പിന്നെ ഞാൻ ഓട്ടമായിരുന്നു കുറച്ച്. ഓട്ടം തന്നെയാണോ നമ്മൾ കാണിക്കുന്നത് അല്ലേ? ആ ഓട്ടം അല്ല, ജീവിതത്തിന്റെ ആ ഓട്ടം. ആദ്യം തന്നെ നമ്മൾ മ്യൂസിക് വീഡിയോനെ പറ്റി പറയുമ്പോഴേ, അതിന്റെ ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ജോസ്മിൻ ആ ബാഗ് പെട്ടിയും തൂക്കി വരുന്ന സമയത്ത് ഏതെങ്കിലും സിനിമയുടെ റെഫറൻസ് എടുത്തിരുന്നോ? ആക്ച്വലി ഇല്ല. പക്ഷെ നമുക്ക് മറ്റേ കാവടിയാട്ടത്തിൽ ജഗതി സ്വല്പം മ്യൂസിക് കേൾക്കാമെന്നും പറഞ്ഞു തോന്നിയോ? നമ്മളങ്ങനെ റെഫറൻസ് ഒന്നും എടുത്തില്ല, പക്ഷെ അത് എടുത്തു വന്നപ്പോ അങ്ങനെ ആയിപ്പോയി. ശരിക്കും ജോസ്മിൻ ഒരു തോളൊക്കെ ചെരിച്ച് ആ പെട്ടിയൊക്കെ പിടിച്ചോണ്ടിരുന്നപ്പം നമുക്ക് ആദ്യം ആ സാധനമായിട്ട് തോന്നി, കാവടിയാട്ടത്തില് ജഗതി അല്ലേ പോണത്. ആക്ച്വലി നമ്മുടെ CG ചെയ്ത് പുള്ളി ഇത് കണ്ടപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം CG ചെയ്യുമ്പോൾ നമുക്ക് ഈ എഡിറ്റിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ കാവടിയാട്ടത്തിലെ സീക്വൻസ് ഒരു അതിന്റെ ഇടയിൽ ഒരു ഒറ്റ സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ഇങ്ങനെ മിന്നി അടിക്കാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ റെഫറൻസ് ഒന്നും എടുക്കണ്ട, റെഫറൻസ് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. നമ്മൾ അതിലാണ് നമ്മുടെ ഹുക്ക് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. എനിവേ, എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വൈറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പാർക്കാൻ ഇടമില്ലേ എന്നുള്ളത്. നമ്മുടെയൊക്കെ സത്യാവസ്ഥ അത് തന്നെയാണ്. കേരളത്തിലെ ബാച്ചിലേഴ്സിന് പാർക്കാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത് ഒറിജിനൽ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഒരു മ്യൂസിക് വീഡിയോയിലോട്ട് വരുന്നത്? ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് നിഖിൽ എന്ന് പറഞ്ഞിട്ട്, നിഖിലാണ് നമ്മുടെ DOP. അപ്പം നിഖിൽ റെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടുപിടിക്കുകയും എഗ്രിമെൻ്റ് ചെയ്തിട്ടില്ല. വാക്കാൽ പുള്ളി ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് അവിടേക്ക് പുള്ളി ഒരു ആപ്പ് ട്രക്കിൽ സാധനങ്ങളെല്ലാം കയറ്റി അവിടെ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗസ് ഓണറുടെ മോൻ പറഞ്ഞു ബാച്ചിലേഴ്സ് ആണ്, അവർക്ക് ഒരുപാട് ഗസ്റ്റുകൾ കാണും, അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോൾ എഗ്രിമെന്റ് ഒപ്പിടണ്ടെന്ന് ഹൗസ് ഓണറിന്റെ മോൻ ഹൗസ് ഓണറിന്റെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി അവിടെ ചെന്ന സമയത്ത് പുള്ളിക്ക് വീട് കിട്ടിയതുമില്ല. എന്നാൽ ഈ ട്രക്കിൽ ഈ പുള്ളി ഈ ഫ്രണ്ടിൽ കാറും ബാക്കിൽ ഈ ആപ്പയായിട്ട് കുറച്ചു നേരം കിടന്ന് കറങ്ങി. ഇവിടെ അതാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ വരുന്നത്. അപ്പൊ ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് കാണിച്ചു തരാൻ ഒരാളുണ്ടാവും അല്ലേ? അത് മാത്രമല്ല, നമ്മള് ഇവന്റെ അടുത്ത് നമ്മളുടെ വിഷയം ഇതാണ്, നമ്മളുടെ കോൺസെപ്റ്റ് ഇതാണ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ആവേശമായി. എങ്കിൽ കാണിച്ചു തരാമെന്നുള്ളൊരു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സിമിലർ ആയിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ട് ഇപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇവൻ എൻ്റെ അടുത്ത് പറയണ്ട, ഇങ്ങനൊരു സംഭവം നമുക്ക് എടുത്താലോ എന്നുള്ള സംഭവം. ആ സമയത്ത് ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഈ പറഞ്ഞ പോലെ ബാച്ചിലറായിട്ട് സംഭവം കിട്ടുന്നില്ല. പിന്നെ ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഫാമിലിയും കൂടെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നമുക്കും ഇവിടെ കിട്ടിയത്. ആക്ച്വലി ഇതിന്റെ ക്രിയേറ്റീവ് ശ്വേത എൻ്റെ അടുത്ത് ഇതായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് ശ്വേത ഒരു വോയിസ് നോട്ട് ഇട്ടപ്പം എനിക്ക് ഭയങ്കര റിലേറ്റബിളാ. അപ്പൊ ഞാൻ ശ്വേത പറഞ്ഞു ഐ ക്യാൻ റിലേറ്റ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അല്ല, പറയുന്ന എല്ലാവർക്കും ഏകദേശം
Relatable ആണ്. എല്ലാരും അനുഭവിച്ചിട്ടുണ്ട് ഈ സാധനം. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒട്ടുമിക്ക എന്നല്ല എല്ലാ ബാച്ചിലേഴ്സിനും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ജോസ്ബിനെ എവിടുന്നാ കിട്ടിയത്? കോണ്ടന്റ് ക്രിയേഷനിലാണോ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എവിടുന്നാ കിട്ടിയേ? എങ്ങനെയാ കണ്ടേ? ജോസ്ബിന് കിട്ടിയത് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു പരിപാടി. കാരണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ ഓട്ടം നമ്മൾ ആദ്യം ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ഫൈനൽ ഒരു റണ്ണിങ് മാത്രമാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പാർക്കാനിടമല്ലേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ പോർഷനിൽ പുള്ളി ബേസ്റ്റ് ഔട്ട് ഇട്ട് ഓടുന്ന ഒരു സാധനം വേണം. പക്ഷേ കാസ്റ്റിംഗ് നമ്മളായിട്ടില്ല. അപ്പോൾ നമ്മൾ പലരും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പലതും ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി വരുമ്പോഴേന്നു ഇപ്പോൾ ജോസ്മിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, നേരത്തെ പരിചയമുണ്ട്. അപ്പം എൻ്റെ റീലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ കാണുമ്പോഴത്തേക്കും ഞാനൊരു നമ്മൾ ഭയങ്കര ഫസ്ട്രേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ സെറ്റ് ലൈക്ക് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരാളെ കിട്ടുന്നില്ല. നോക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റ എടുത്തപ്പോഴത്തേക്ക് ഒരാൾ ഇതേ ഓടുന്നു. ഞങ്ങൾ അതിന് മുമ്പ് ചെറിയൊരു പരിചയമുണ്ട്, പക്ഷെ അതിന് കുറെ നാൾ മുന്നേ അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഇവന്റെ റീൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇവന്റെ അടുത്ത് വികാസനത്ത് പറഞ്ഞു, എടാ ഈ പുള്ളി ഇങ്ങനെ ഉണ്ട്, നമുക്ക് കുറച്ച് ഹൈലൈറ്റബിൾ ആക്കാൻ പറ്റൂല. ഇത് കണ്ടതോടെ ഇവന്റെ ബാക്കിയുള്ള എല്ലാ റീലും ഇങ്ങനെ വികാസനം നോക്കാൻ തുടങ്ങി. നോക്കിയിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, ഫുൾ ഒരു ഓട്ടമാക്കിയാലോ എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്ലാനാണ്. പിന്നീട് എടപ്പള്ളി മൊത്തം ഓടിച്ച് ഓട്ടത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആക്ച്വലി ജോസ്മിന്റെ ഒരു ഓട്ടം കാരണം ഇതിന്റെ കോൺസെപ്റ്റ് എന്നല്ല, ഇതിന്റെ ഷൂട്ട് അതും മാറിപ്പോയല്ലേ? നമ്മൾ കുറച്ചും കൂടെ ഓ യെസ്, ഇനി എന്ത് വേണം? അന്നും ഇന്നും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവല്ലേ. കമ്മിങ് ടു ജോസ്ബിൻ, അതായത് ആക്ടിങ്ങില് പുലിയാണെന്ന് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് മുൻപ് ഒരു ചെറിയ പുപ്പുലിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു 9 വർഷത്തെ കഥ, 9 വർഷം ആർമി. അല്ല, അത് ചെറിയൊരു കഥ പറഞ്ഞു. 9 വർഷം ആർമിയിലായിരുന്നു, അതിനുശേഷം അഭിനയ ജീവിതത്തിലേക്ക്. എങ്ങനെയാ? അത്രേ ഉള്ളൂ. അന്ന് ആർമിയിലായിരുന്നു, ഇപ്പൊ അഭിനയിക്കുന്നു. അവിടെ ഓട്ടോ ആയിരുന്നു. ഓടി മടുത്തപ്പോഴേ ഇവിടെ വന്നേ, നോക്കുമ്പോ ഇവിടെ ഓട്ടം. ശരിക്കും എങ്ങനെയായിരുന്നു ലൈഫ്? അടിപൊളിയായിരുന്നു. എനിക്ക് ആർമിയിൽ ഞാൻ പോയത് 2013. അപ്പോൾ 9 വർഷം സർവീസ് ചെയ്തു. പിന്നെ എനിക്ക് ഇതിനോടുള്ള ഒരു, ഞാൻ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. കാശ്മീർ ഉണ്ടായിരുന്നു, ലേ ലഡാക്ക് ഉണ്ടായിരുന്നു, പഞ്ചാബ്, സിക്കിം, ചൈന ബോർഡർ, അങ്ങനെ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. കാശ്മീർ സർവീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരിക്കും ആഗ്രഹിച്ചു പോയതാണോ ആർമിയിലേക്ക്? ആഗ്രഹിച്ചു പോയതല്ല, പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ 2 ഫ്രണ്ട്സിന്റെ കൂടെ അവർക്കൊരു കമ്പനി ആയിട്ട് പോയതാ. ഞാൻ കയറിപ്പോയി, അവര് തിരിച്ചു പോകുന്നു. ശരിക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് വേറെ ആയിരുന്നു ആഗ്രഹം. ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് വേറെ ആയിരുന്നു. കുറെ ഈ ആർട്സ് പരമായിട്ടായിരുന്നു കുറെ പരിപാടികളായിരുന്നു താല്പര്യം. പിന്നെ അവിടുന്ന് 2 പിള്ളേർ കൂടെയുള്ള കമ്പനിക്കാരിങ്ങനെ വിളിച്ച് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറയുമ്പം, ആർമി റിക്രൂട്ട്മെന്റ് പറയുമ്പോൾ ഏത് ചെറുക്കന്മാരായാലും ഒന്ന് ഇതാവൂല പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയതാ. അപ്പോഴും മനസ്സിൽ ഒരു അഭിനയ ജീവിതം, അഭിനയമോഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ ചെന്നപ്പോഴത്തേ എല്ലാം പിന്നെ വിട്ടു. അവിടെ ചെന്ന് പിന്നെ ഒന്നും ഇല്ലല്ലോ, നമ്മൾ വേറൊരു വേൾഡിലായി. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 2018-19 നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ആക്റ്റീവായി, പിന്നെ മൊബൈലൊക്കെ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് പിന്നെയും ഓക്കെ ഇത് കുറച്ചുകൂടി നമുക്ക് ആക്സസിബിൾ ആണ്, നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ കുറെ ഇപ്പം ചാൻസുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം പതിയെ ആ ത്വര ഇങ്ങനെ ഉണർന്നു വന്നു. അതെ. പിന്നെ കാശ്മീർ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ആർമി ജീവിതം ഭയങ്കര എന്താ പറയണ, മുഴുവൻ ജീവിതം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത എൻ്റെ പാർട്ടിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് വേണമല്ലോ ലൈഫിൽ. 2018 വിടുന്നത്? അല്ലല്ല, 2022 വിടുന്നത്. 22 ഓക്കെ. ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കട്ടെ, ഈ പട്ടാള സിനിമയിലേക്കാണല്ലോ ശരിക്കും നിങ്ങളിങ്ങനെ ഇടവേളകൾ ആനന്ദരമാക്കാൻ വേണ്ടി മറ്റേ ഹിന്ദി പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ഇരിക്കുമോ? അങ്ങനെയൊന്നും കിട്ടിയാലല്ലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇടവേള അങ്ങനെ കിട്ടത്തില്ല. ആണോ? ശരിക്കും അവിടെ ആ ലൈഫിൽ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റർടൈൻമെന്റ് പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ഇടയ്ക്ക് 2 കിട്ടുമ്പോൾ അടിക്കുക, അതാണ് എന്റർടൈൻമെന്റ്. വേറൊന്നുമില്ല, അങ്ങനെ എന്റർടൈൻമെന്റ് പരിപാടികളൊന്നും ഇല്ല. ഇതുപോലെ പാട്ടോ അങ്ങനെ ഒന്നും ഇല്ല, ഭയങ്കര കുറവായിരിക്കും. ഫുൾ ടൈം ഡ്യൂട്ടി. എല്ലാവരും ബിസി ആയിരിക്കും. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, പകൽ ഡ്യൂട്ടി ഉണ്ടാവും. 24 hours എല്ലാവരും ബിസി ആയിരിക്കും. അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സമയം, അങ്ങനെ എന്റർടൈൻ ആവാനുള്ളൊരു സമയം കിട്ടില്ല. അങ്ങനെ ഒരു ടൈം കിട്ടിയാൽ തന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കും. കാരണം 1 മണിക്കൂർ കഴിഞ്ഞ ആൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും. നമ്മളും വേറെ ആളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കില്ല. രാത്രി ഡ്യൂട്ടിയുള്ള ആൾക്ക് പകൽ റെസ്റ്റ് ഇല്ല. അപ്പം രാത്രി ഡ്യൂട്ടി എടുക്കണം, രാവിലെ പിന്നെയും ഡ്യൂട്ടിക്ക് പോകണം. അപ്പം റെസ്റ്റ് ഭയങ്കര കുറവാണ്. പട്ടാള സിനിമയിലൊക്കെ കാണിച്ച് വെറുതെ ആണല്ലേ. ഈ 2022 ഇതിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലെത്തി? ഇപ്പോൾ 252K ഫോളോവേഴ്സ് ഉണ്ട്. എങ്ങനെ അവരിങ്ങനെ ഫാൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, ശരിക്കും നമ്മളെല്ലാവരും വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. പക്ഷെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ അറിയത്തുള്ളൂ എങ്ങനെയാണ് കൺസിസ്റ്റൻസി വേണം, എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അല്ല, ഹാൻഡിൽ ഞാൻ ആദ്യം വന്ന് കുറേ ചെയ്ത് പാളി അങ്ങനെ വന്നത്. ഞാൻ ആദ്യം
ആദ്യം യൂട്യൂബിലായിരുന്നു. യൂട്യൂബിൽ കുറേ യൂട്യൂബിലായിരുന്നു ആദ്യം അംഗം. യൂട്യൂബിലായിരുന്നു ആദ്യം അവിടുന്ന് വന്നപ്പം വീട്ടിൽ വന്നിട്ട് എൻ്റെ വിചാരം അങ്ങ് കമത്ത് ഞാൻ യൂട്യൂബിലേക്ക് അങ്ങ് എല്ലാം ഇട്ടിട്ട് വീഡിയോസ് ഇട്ട് അങ്ങ് ഞാൻ പൊളിക്കുന്നായിരുന്നു. പക്ഷേ എങ്കിൽ ഒന്നും ആയില്ല. ഒരു 128 വീഡിയോസ് ഇട്ട് ഞാൻ ഫുള്ള് പൊട്ടിപ്പാളീസായി. പിന്നെ അവിടെ നിന്ന് നിർത്തി. ഞാൻ ഒരു വട്ടം എന്തോ ഒരു ഓഡീഷന് കൊച്ചിയിൽ വന്നപ്പോഴാണ് ഇവിടെ ഫിലിം സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നൊരു ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്ത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ശരിക്കും വീഡിയോ ഹിറ്റാവുന്നത്. യൂട്യൂബിൽ ഞാൻ പൊട്ടി അടപടലം ഇതായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒത്തില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അങ്ങനെ ഇപ്പൊ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു അല്ലേ? ഞാൻ അങ്ങനെ ഒരുപാട് സ്റ്റോറിയോ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ആക്റ്റീവ് അല്ല. ബട്ട് എനിക്കിത് മേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പ്രോസസ്സിൽ ഞാൻ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കും. അത് എടുത്തിടും. അതിലും വലിയ എഡിറ്റേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളതല്ലേ? എല്ലാം ഇങ്ങനെ കേട്ട് നിൽക്കുവാണ്. ശരിക്കും റെന്റൽ റാപ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ കൊച്ചിയാന്ന് നമുക്കറിയാം. പക്ഷെ ആ കൊച്ചി കൂടെ ജോസ്പിനെ ഇട്ട് ഓടിച്ചോട്ടം, അതിനെപ്പറ്റിയാണ് ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞത്. ശരിക്കും എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തത്? കാരണം ഇത്രയും തിരക്കുള്ള ഒരു സിറ്റി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്ന് പറഞ്ഞാൽ അസാമാന്യ ഓട്ടം ആയിരുന്നത്. ചാലഞ്ചസേ ഉണ്ടായിട്ടുള്ളൂ. നമ്മള് എന്തായാലും ഇതിൽ ചാലഞ്ച് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. കാരണം ഇത് ഫുള്ള് ഔട്ട്ഡോറാണ്, എടപ്പള്ളിയാണ്, ബ്ലോക്കുള്ള സ്ഥലമാണ്. ഈ ബ്ലോക്കിലുള്ള സ്ഥലത്ത് ഒരുത്തനെ ഇറക്കി ഓടണം. പിന്നെ അത് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഈ പറഞ്ഞ പോലെ ക്യാമറയും കൊണ്ട് നമ്മൾ ഓടണം. അതുപോലെ ലോറിയിൽ ഈ സാധനം കിട്ടി നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാ ലൈക്ക് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സാധനം. കാരണം നാട്ടുകാർ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആദ്യമേ ലൈക്ക് കുളിക്കുന്നു. അല്ല, എന്നോട് പറഞ്ഞു പിന്നെ ലുലുമാളിന്റെ മുമ്പിലിരുന്ന് ഈ പാട്ട് പാടണം. ഞാനപ്പോ ഒന്ന് ഞെട്ടി. പാടാം, പക്ഷെ ഞങ്ങൾ ക്യാമറ ഒളിപ്പിച്ച് വെക്കുന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ പാടുമ്പോ ആൾക്കാർ കാണുമല്ലോ, ഓക്കെ ഷൂട്ടാണ് അതുകൊണ്ട് ഇവൻ ഇരുന്ന് പാടുന്നത്. ഞാൻ ഒച്ചത്തി പാടണമെന്ന് പറഞ്ഞു. ഷൂട്ടാണല്ലോ, ആൾക്കാർ കാണുമല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ക്യാമറ ഒളിപ്പിച്ച് വെക്കും, കാണത്തില്ല, ഷൂട്ടാന്ന് മനസ്സിലാവത്തില്ല എന്ന്. ആൾക്കാർക്ക് എന്നെ നോക്കും, ഇവനെ ഏതായത് നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു നാച്ചുറൽ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. നാട്ടുകാരുടെക്ക് ഈ പറഞ്ഞ പോലെ ഓടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് പാടുന്നു, ഇവരുടെ ഓക്വേർഡ് ആയിട്ടുള്ള ഓരോ നോട്ടങ്ങളും നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾക്കിത് ജോസിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അല്ല അവിടെ പോയിരുന്നു നമ്മൾ എടുത്തോളാം സെറ്റ് ചെയ്യാം എന്നുള്ള അറിയുടെ ജോസിന്റെ അടുത്ത് അഭിനയിപ്പിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പതുക്കെ ക്യാമറ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ശരിക്കും നമ്മൾ ഈവൻ അത് നല്ല റിസ്ക് ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ക്രൗഡിൽ ഇഷ്യൂ വരികയോ ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും റിയാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓടുന്ന സമയത്ത് ഒരു ബസ് നിർത്തി. ഞാൻ ആ ബസ്സിൽ കയറാനോന്ന് പറഞ്ഞിട്ട് കേറിക്കോന്ന് പറഞ്ഞു. നമുക്കും പേടി വന്നു ഇനി എന്ത് ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ സ്ഥലത്ത് ഭീകരമായ സീനായിരുന്നു അവിടെ. ഇത് ക്രൗഡിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ആക്ച്വലി ഇതിലൊരു കുറച്ച് നാളധികം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻഡ് ആയിരുന്നു, പക്ക പ്ലാൻഡ് ആയിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഇതിന്ന് എന്ത് പ്രശ്നം നേരിടും എന്നുള്ളത്, പ്രശ്നം വരും, പക്ഷെ അത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അവിടെ ചെന്നാൽ അപ്പൊ ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പൊ ഈ പ്രശ്നം കാരണം ഇതിൽ ഡിലേ സംഭവിച്ച ഇതിന്റെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ ഫണ്ടിൽ 25% എക്സ്ട്രാ വീണ്ടും കയറും ആ ഡിലേ വരുന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ആ ടെൻഷൻ ഭയങ്കര ഭീകരമായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഇത് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇനി മേലാ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി മേലെ ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ശരിക്കും ഇറങ്ങിയപ്പോഴായിരുന്നു ടെൻഷൻ അതോ ഇതിന്റെ മേക്കിങ്ങിലായിരുന്നു? അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല ബാക്കി. കാരണം എനിക്ക് തോന്നുന്നു 2ാമത്തെ ദിവസമൊക്കെ നമുക്ക് കിളി പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ക്യാൻസൽ ചെയ്യാൻ ജോസ്മിനെ അറിയുന്നില്ല. എനിക്ക് വരുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് തലേന്ന് വരെ ഞാനിരുന്ന് ഇരിക്കുമോ ലുലുമലിന്റെ മുമ്പിൽ നിന്ന് പാടണം, അത് അതിലെ കൂടെ ഓടണം, തുണിയിലാണ്ട് പല്ല് തേക്കണം, എന്തൊക്കെ ചെയ്യണം, ഇത് നാട്ടുകാർ മൊത്തം കാണുമല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെയായിരുന്നു. പക്ഷെ വന്ന് ഷൂട്ട് തുടങ്ങിയത് ഇവർ ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കി. ചില്ലായിരുന്നു, ഭയങ്കര നല്ല ഹാപ്പി ആയിരുന്നു, ഹാപ്പി മൂഡായിരുന്നു എന്നാണ് എന്നെ കാണിച്ചത്. സത്യം പറഞ്ഞ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അഭിനയായിരുന്നു. എല്ലാവരും ഈ ഇപ്പോഴും അത് ഒരു നമുക്ക് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരു പ്രശ്നം സംഭവിക്കും അവിടെ. അപ്പൊ നമ്മൾ ഈ ഓട്ടോ എല്ലാം എടുക്കുന്ന എല്ലാം ജംഗ്ഷനിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പോയി പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, അവിടെ നൊമ്മിനി വരും, അത് ഓൾറെഡി റോളിങ്ങിലായിരിക്കും വരുന്നത്, കൂടെ പിടിച്ചോണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് സിനിമ പോലെ കാണാൻ പറ്റും. ആ പുള്ളി ഒരു 2-3 സ്റ്റെപ്പ് ഓടുമ്പോൾ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിട്ടാണ് ഓടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സിഗ്നൽ കൊടുക്കും. ഈ സമയത്ത് 5 പേര്, അതായത് വണ്ടി ഓട്ടിക്കുന്ന ആള്, ഫോക്കസ് പുള്ളർ, ഗിംബൽ ഓപ്പറേറ്റർ, DOP, ജോസി, ഇത്ര ആളുകളും ഒരേ ടൈമിൽ ഓട്ടം എല്ലാം ഒറ്റ ടേക്കാണ്. അത് നമ്മൾ DOP എടുത്ത് പറഞ്ഞായിരുന്നു, അളിയ ഇത് നമുക്കധികം ഇതെടുക്കാൻ പറ്റത്തില്ല, എല്ലാം ഒറ്റ ടേക്കിൽ പോകണം.
അപ്പം നമ്മളെ ഒമ്മിനി ഓട്ടിച്ചത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുന്നേ പോയിട്ട് ജോസിയുടെ നമ്മൾ ജോസിനെ ഓട്ടിച്ചിട്ട് അത് നമ്മൾ അതിന്റെ DOPക്കും ഈ ഒമ്മിനി ഓട്ടിക്കുന്ന എന്റെ കൂട്ടുകാരന് ഒരു ഏകദേശ ധാരണ വേണം ഇവൻ എന്തോരം ഓടും എന്നുള്ളത്, സ്പീഡ്. അപ്പോൾ ആ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം മുന്നേ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് ഒരു പോക്ക് പോയിരുന്നു. അതിനുശേഷം നമ്മൾ അത് വെച്ചിട്ട് ആണ് പ്ലാൻ ചെയ്തത്. ഇപ്പം നമ്മൾ എടപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ വണ്ടി പാലത്തിന്റെ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഈ പുള്ളി ലുലുവിന്റെ അവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ എല്ലാ ഓട്ടങ്ങളും ഇതേ കണക്ക് പ്ലാൻ ചെയ്ത് എടുത്തേക്കുന്ന ഇയാൾ ഇത്ര സ്പീഡിൽ ഓടും. അപ്പൊ ആ വണ്ടി ഓട്ടിക്കുന്നവർക്കും ഗിംബൽ ഓപ്പറേറ്റർ, ഫോക്കസ് പുള്ളർ, DOP, ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അതായത് മറ്റേ സാധനം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല. ഓട്ടത്തിന് മാത്രം കയ്യിൽ ഒരു 2 സ്റ്റെപ്പ് പുറകിലായി പോയി കഴിഞ്ഞാൽ ഫ്രെയിം ഔട്ടായി. അതാ ഞാൻ പറഞ്ഞ ഓട്ടത്തിന്റെ തുടക്കം. ശരിക്കും ആ ഓടുന്ന ഫഹദിന്റെ ഒരു ഓട്ടത്തിന്റെ ഒരു ചായ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞ്. ഇപ്പൊ ഇവിടെ വീഡിയോ കാണിച്ചപ്പോ കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു മെട്രോയിലെ സീനില്ലേ, അത് ശരിക്കും ഒളി ക്യാമറ ആയിരുന്നു. അത് ഒളി ക്യാമറ അല്ല എന്ന് വെച്ചാൽ നമ്മള് ഐഫോണിൽ ഷൂട്ട് ചെയ്ത സാധനമാണ്. അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മള് ശ്രമിച്ചിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് മൊത്തത്തിൽ? 3 ദിവസം കൊണ്ട് ഓടി തീർന്നാണത്. രാവിലെ മുതൽ വൈകുന്നേരം ഓട്ടം ഒരു ദിവസം മൊത്തം ഒരു ദിവസം ഓട്ടത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ നമ്മളന്ന് ജോസിക്ക് ഹെൽത്ത് കോച്ചിനെയൊക്കെ കൊടുത്ത്, അതായത് ആദ്യമേ നമ്മൾ വിചാരിച്ചു റെഡ് ബുള്ള് നിർത്താന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി അതിൽ ചിലപ്പോൾ നിൽക്കില്ല. കാരണം അതിന് മുമ്പേ പുള്ളിയുടെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി എന്ത് കഴിക്കണം, പുള്ളി എന്ത് കുടിക്കണം എന്നൊക്കെ ഉള്ള കാര്യം കുറച്ചധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പുള്ളിക്ക് നല്ല ഫുഡ്, നല്ല എനിക്ക് തോന്നുന്നു ജോസ്ബി ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റ് വരുന്നത്. വരുമ്പോ തന്നെ ആദ്യം തന്നെ രാവിലെ എന്ത് കഴിക്കാൻ, നട്ട്സ് കൊടുക്കുന്നു, കുറച്ച് ഫുഡ് ചാർട്ടൊക്കെ. ജോസ്ബിക്ക് ഇത് എന്തോ പോലെ ഇതൊക്കെ ഞാൻ കഴിക്കണം, പറ്റിക്കലാന്ന് തോന്നിയോ, ഇതെന്താ ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞാൻ ഇത്രയൊക്കെ ആയോ, ഞാനെന്ത് എന്നെ എന്തിനാ ഇവർ ഇത്ര ശ്രദ്ധിക്കുന്നത്. പിന്നെ ഓടി തുടങ്ങിയപ്പോ മനസ്സിലായി നമുക്കറിയാം ഇതെന്തായാലും കുറച്ച് കഴിയുമ്പോ ചോദിക്കും, നട്ട്സ് ഇങ്ങോട്ട് ചോദിക്കും എന്നുള്ളത് നമുക്കറിയായിരുന്നു. പകുതി നട്ട്സ് വിനായക തന്നു, നമ്മളും തളരുമല്ലോ. ഇതിന്റെ വരികൾ എഴുതിയ ആൾക്കാർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, ശശിയുടെയും ശ്വേതയുടെയും ഒരു റാപ്പോ എങ്ങനെയായിരുന്നു? ആക്ച്വലി അവർ രണ്ടുപേരും 2 ടൈമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് പാർക്കാൻ ഇടമില്ല എന്ന് പറയുന്ന പോർഷനാണ് ആദ്യമേ ഉണ്ടായേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിൽ പാർക്കാൻ ഇടമില്ലേ എന്നുള്ളൊരു പോർഷൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ശ്വേതയാണ്. നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇയാൾ സ്ക്രീം ചെയ്തുകൊണ്ട് ഓടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഒരു വരി എന്തെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് ശ്വേതയാണ് അവിടെ പാർക്കാൻ ഇടമില്ലേ എന്നുള്ളൊരു സാധനം അതിലേക്ക് ആഡ് ഓൺ ചെയ്തത്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതെ, റാപ്പ് പോർഷൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് ടസിയാണ്, പെർഫോം ചെയ്തിരിക്കുന്നത് ടസി തന്നെയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മെലഡി വരുന്നുണ്ടായിരുന്നു, തരുകില്ലേ എനിക്ക് ഇന്നോളം ഇടം തരികില്ലേ, അതാണ് ശ്വേത വീണ്ടും ആഡ് ഓൺ ചെയ്തിട്ട് ആ പോർഷനിൽ വീണ്ടും എഴുതിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ചല്ല വർക്ക് ചെയ്തേക്കുന്നത്, രണ്ടുപേരും രണ്ട് ടൈമിൽ വർക്ക് ചെയ്തിട്ട് ഒരുമിച്ചാക്കി. അതെ. ഓ നൈസ്. ശരിക്കും കേരളത്തിലെ ബാച്ചിലേഴ്സിന്റെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല ആൾക്കാരും യുകെക്കും കാനഡയ്ക്കും ഒക്കെ ചേക്കേറുന്നത്. പക്ഷെ അവിടെ അതിലും അവസ്ഥ പരിതാപകരമാണെന്ന് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണോ? അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന വേറൊരു എൻഡിങ് ആയിരുന്നു ഇതിന്. അപ്പോൾ ആ എൻഡിങ് സെറ്റ് ആവാത്തത് കൊണ്ട് നമ്മളിനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ലിറിക്സ് എഴുതിയ ശ്വേത ആക്ച്വലി നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി UK അപ്പോൾ പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത് UK സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു എൻഡിങ് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിയുടെ ഒരു ഐഡിയ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ UK ആ ഫ്രണ്ട് അതെങ്ങനെ ഷൂട്ട് ചെയ്തതും ആ ഫ്രണ്ടിന്? അതായത് ശ്വേതയുടെ തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു അവിടെ ഉള്ളത്. അപ്പോൾ അവരവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനെയാണ് വീഡിയോ മൊത്തത്തില്. അതെ വിചാരിച്ചു നമ്മൾ ഒരു UK ട്രിപ്പ് ഒക്കെ നടത്തി, ആഗ്രഹങ്ങളൊക്കെ പതുക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമ്മള് മ്യൂസിക് വീഡിയോനെ പറ്റി ഒരുപാട് സംസാരിച്ചു. പക്ഷെ ഇനി കമ്മിങ് ടു മൂവീസ്, ആക്ച്വലി ചില്ലറക്കാരല്ല നമുക്ക് അറിയാം. കാരണം എഡിറ്റർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ ലൈഫ് ഒന്ന് പറയാമോ എങ്ങനെയാന്ന്? ആക്ച്വലി ഞാൻ എഡിറ്ററാണ്. ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവീസിൽ ടീസർ ട്രെയിലർ ചെയ്യുന്ന. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് വന്ന മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും ട്രെയിലേഴ്സ് ആണ്. എന്താണ് ഭാവി
ഫ്യൂച്ചർ പ്രോജക്ട്സ്? എനിക്ക് ആക്ച്വലി ഒരു 2 കഥ പറയണം എന്നുണ്ട്, എനിക്ക് ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 അധികം മ്യൂസിക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്താ? എൻ്റെ ഭാവി പരിപാടികൾ ഡയറക്ഷൻ തന്നെയാണ്. കാരണം ഞാൻ ഡയറക്ഷൻ ഇപ്പോൾ അസിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കപ്പേള പ്രിയ നോട്ടത്തിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റും റെക്കോർഡ്സാൻ്റെ കൂടെ കുറച്ച് ആഡ് വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫിലിം സ്കൂളിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. നിയോ മീഡിയ സ്കൂളിൽ, നിയോ ഫിലിം സ്കൂളിലാണ് നമ്മൾ രണ്ടുപേരും ഒരേ ബാച്ചായിരുന്നു. അപ്പം അന്ന് മുതലുള്ള നമ്മളുടെ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും നമ്മൾ തന്നെ ഒരുമിച്ച് എഡിറ്റ് ചെയ്യുന്നു. അന്ന് മുതലേ നമ്മളുടെ ഒരു റാപ്പ് നമുക്ക് ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. കാരണം അവൻ എഡിറ്റർ ആണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സിങ്ക് ഭയങ്കര, നമ്മളെപ്പോഴും എഴുത്തിലും സ്ക്രിപ്റ്റ് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ട്രാവലിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞ പിന്നെ ജി സിനിംസ് എല്ലാം. ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു സെപ്പറേറ്റ് വഴിയായി. കാരണം ഇതിനൊരു എഡിറ്റിംഗ് പരിപാടിയിലേക്ക് ഇവൻ പോയി, ഞാൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അത് ഈ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു സാധനം ചെയ്തുകൂടാ, കാരണം ഇവനൊരു ഡയറക്ഷൻ സെൻസ് ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കോ ഡയറക്ഷൻ ചെയ്തുകൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടാണ് നമ്മൾ പിന്നെ റെൻഡർ ട്രാപ്പിലേക്ക് എത്തിയത്. കാരണം ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ അത് വന്നപ്പോഴും നമുക്ക് ഭയങ്കര ബ്ലെൻഡ് ആവുന്നുണ്ട്. നമുക്ക് വേറെ പ്രയാസമൊന്നുമില്ല, രണ്ടുപേർക്കും ഒരേ നന്നായിട്ട് കമ്പനി പോകുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം. എന്താണ് ജോസ്മിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് സിനിമ, അഭിനയം, ഇതൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ റെന്റൽ റാപ്പ് വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിയേക്കാണ്. ശരിക്കും ഇത് കാണണം നമുക്ക് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്താ പറയാനുള്ളത്? അതായത് ആക്ച്വലി ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം റൂഡിമെൻ്റലിൻ്റെ വെയിറ്റിംഗ് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്, ഒരു വൈബൊക്കെ ഉണ്ട് ഈ പാട്ടിന്. പക്ഷേ ഇതിൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തോ ഒരു സാധനം കിട്ടും എൻ്റെ അകത്തുനിന്ന്, ഭയങ്കര ഹൈ കിട്ടും എൻ്റെ അകത്തുനിന്ന്. ആ പാട്ട് മാത്രമായിട്ട് കേൾക്കുന്നതിലും ആ പാട്ട് കേട്ടോണ്ട് ആ വീഡിയോ കാണുന്നതിലും ഒരു വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ ഒരുത്തൻ മുട്ടായി കണക്ക് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു പാട്ട്. അപ്പം അതേ കണക്ക് നമുക്കും ചെയ്യണം. അതായത് പാട്ട് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോയും കൂടെ കാണുവാണെങ്കിൽ അതിന്റെ എക്സ്ട്രാ ആയിട്ട് എന്തോ ഒരു സാധനം കൂടെ കിട്ടണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഭയങ്കരമായിട്ട് ഇതിൽ നമ്മൾ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയായിരിക്കും. എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് എന്താ പറയുക, നമ്മൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്കിത് കൂടുതലും ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും എന്നെ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഈ ഒരു സംഭവമാണ്, ഈ റെൻ്റൽ. കാരണം ഒരുപാട് ആൾക്കാർ, ചുറ്റുമുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓരോ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സിന് വീട് കിട്ടാനില്ല. അത് ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മെയിലാണെങ്കിലും ഫീമെയിൽസിന് ഒരുപാട് പേർക്ക് ഇപ്പോഴും കൊച്ചിയിലാണെങ്കിലും, ഇത് കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, ഇത് ആക്ച്വലി ചെന്നൈയിലാണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ, പല പല സ്ഥലങ്ങളിൽ ഇപ്പോൾ UK വരെ എന്നുള്ളത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടൊരു കാര്യമായിട്ട്. കൊച്ചിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം കേരളത്തിൽ ട്രിവാൻഡ്രത്തായാലും കോട്ടയത്തായാലും ഒക്കെ ബാച്ചിലേഴ്സിന് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ബാച്ചിലേഴ്സിന് ചില സിറ്റുവേഷൻസ് ഉണ്ട്, അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം വരുന്നത്. ഇപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഫ്ലാറ്റിൽ ആക്ച്വലി അവിടെ ബാച്ചിലേഴ്സിന് എല്ലാം അവിടെ അല്ല, അവിടെ കൊടുക്കത്തില്ല, ഫാമിലി ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാച്ചിലേഴ്സിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ, ഓൾവേസ് എ സെക്കൻഡ് ഓപ്ഷൻ. അപ്പം ഇതിൽ ദർ ആർ പ്രോബ്ലംസ്, കുറേ പേര് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയാം. അല്ല, അതാ മ്യൂസിക് വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട്, ആരൊക്കെയോ ചെയ്ത കാര്യത്തിന് എല്ലാവരും കൂടെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 2% അല്ലെങ്കിൽ ഒരു 5% ആൾക്കാർ ചെയ്യുന്നതിന് ടോട്ടൽ ആൾക്കാരാണ് അത് സഫർ ചെയ്യുന്നത്, ജനറലൈസ് ചെയ്യരുതെന്നുള്ളൊരു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മെയിൻ കണ്ട. അപ്പോൾ അതെനിക്ക് ഇതിനകത്ത് ഈ ഒരു ഏതൊരു മ്യൂസിക് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്താലും ഇതിലുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സാധനം ഇത് കാണിക്കണം, ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, ഇത് എന്തായാലും കാണിക്കണം, ഐ നീഡ് ടു ഷോ ദിസ് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു സാധനം. ഇതിനെ പറ്റിയാണോ? അതെ, ഹായ്. അല്ല, അത് തന്നെ സെയിം. അതിൻ്റെ ഇത് നമ്മൾ ഈ പാട്ട് ആദ്യം കേൾക്കുമ്പം ചിലപ്പോൾ പെട്ടെന്ന് വരികളുടെ അർത്ഥം മനസ്സിലായിന്ന് വരില്ല, കാരണം അത്രയും സ്പീഡിലാണ്. പക്ഷെ അത് ഞാനിത് വായിച്ച് മുഴുവൻ അതിൻ്റെ ലൈനൊക്കെ എന്നെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു കേട്ടോ. പഠിപ്പിച്ചപ്പോൾ ഇതിന് ഇത്രയും വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര അർത്ഥം. എല്ലാ ലൈൻസും ഭയങ്കര കറക്റ്റായിട്ട് ആ സിറ്റുവേഷൻ പറഞ്ഞു പോകുന്ന ലൈൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ അതിൻ്റെ വിഷ്വൽ അങ്ങ് ഒഴുകി പോകും, കാരണം ലൈൻസ് അത്രയും സ്പീഡിലാണ്, നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത് കേൾക്കുമ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, രണ്ടാമത് അവരാദ്യം കണ്ടിട്ട് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു. രണ്ടാമത് പിന്നെ ഇത് 2-3 വട്ടം കേൾക്കുമ്പോഴാണ് കറക്റ്റ് ആ ലൈൻസിന്റെ മീനിങ് ഒക്കെ ചിലപ്പം പിടികിട്ടുക. അങ്ങനെ എന്നോട് 1-2 പേര് വിളിച്ച് പറഞ്ഞിരുന്നു, 1-2 അല്ല, കുറേ പേര് കേട്ടോ.
എനിവേ എന്തായാലും അടിപൊളിയാവട്ടെ. ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഉള്ള ആൾക്കാരാണ് എൻ്റെ മുമ്പിലുള്ളത്. അതൊക്കെ നടക്കട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും ആൻഡ് ഹാപ്പി ലൈഫ്. താങ്ക് യു സോ മച്ച്.